മലപ്പുറം കരുളായിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ചു. പള്ളിക്കുന്നിലെ പാറക്കൽ അഷറഫിന്റെ വീട്ടിലാണ് പുലർച്ചെ കള്ളൻ കയറിയത്. മറ്റൊരു വീട്ടിൽ നിന്നും ഏണി കൊണ്ടുവന്ന് രണ്ടാം നിലയിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് വീട്ടിനകത്തേക്ക് കയറിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു മോഷണം. കള്ളന്റെ വരവടക്കമുള്ള ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമാണ്. ഒരൊറ്റമുണ്ട് കഴുത്തിലൂടെ കെട്ടിയെടുത്തിരിക്കുന്നു. മുഖം മറക്കാനായി തണുപ്പുകാലത്ത് ഉപയോഗിക്കുന്ന തൊപ്പിയും കള്ളൻ ധരിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയാണ് കള്ളന്റെ വരവ്. കരുളായി പള്ളിക്കുന്നിലെ പാറക്കൽ അഷറഫിന്റെ വീടിന്റെ മുക്കും മൂലയും കള്ളൻ പരിശോധിച്ച ശേഷമാണ് വീടിനകത്ത് കയറിയത്. തൊട്ടപ്പുറത്തുള്ള വീടിന്റെ കോണി ഉപയോഗിച്ചാണ് രണ്ടാം നിലയിലേക്ക് കള്ളൻ കയറിയത്. രണ്ടാം നിലയിലെ വാതിൽ തകർത്താണ് കള്ളൻ അകത്ത് കയറിയത്. ശബ്ദം കേട്ട വീട്ടുകാർ ഉടനെ തന്നെ അയൽവാസികളെ വിളിച്ചു വരുത്തി. പക്ഷേ അപ്പോഴേക്കും കള്ളൻ ഓടി രക്ഷപ്പെട്ടു. വൈകാതെ പോലീസുമെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമീപപ്രദേശങ്ങളായ കൂറ്റമ്പാറ, വലമ്പുറം ഭാഗങ്ങളിലും മോഷണം പതിവെന്ന് നാട്ടുകാർ പറയുന്നു. പൂക്കോട്ടുംപാടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.